ഹബീബായ തങ്ങളുടെ പേരിൽ മദ്ഹ് പാടലും മദ്ഹ് പറയലും ഹബീബായ തങ്ങളെപ്പറ്റി പറയൽ ഏറ്റവും മനുഷ്യനുക്ക് നിർബന്ധമായ ഏറ്റവും വലിയ അമലാണ്. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെപ്പറ്റി പഠിക്കലും തങ്ങളെപ്പറ്റി പറയലും തങ്ങളെ ഓർക്കലും തങ്ങളെ സ്നേഹിക്കലൊക്കെ മുഅ്മിനായ മനുഷ്യനുക്ക് ഏറ്റവും നിർബന്ധമായ കേസാണ്. മുഅ്മിനായ മനുഷ്യനാവണമെങ്കിൽ ആദ്യം ഹബീബായ തങ്ങളോട് സ്നേഹം വേണം. സ്നേഹം ലഭിക്കണമെങ്കിൽ സ്നേഹം ലഭിക്കുന്ന എന്തെല്ലാം വേണോ അത് നമ്മൾ കരസ്ഥമാക്കിയേ മതിയാവൂ. ഏറ്റവും സ്നേഹം വേണമെങ്കിൽ ആ ആളെ പറ്റി ഒന്ന് പഠിക്കണം. ഇതാരാണ് എന്നും എന്താണ് ഈ വലിയ മഹത്വമുடைய വ്യക്തി ചെയ്തതെന്നും ആരുടെ മക്കളാണെന്നും ഇതെല്ലാം പഠിക്കുമ്പോൾ ലോകത്ത് ഏറ്റവും അല്ലാഹു തആല ബഹുമാനിച്ച വലിയൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഹബീബായ തങ്ങൾ. ആ തങ്ങളെ പറ്റി പാട്ടുപാടിയാൽ കൽബിൽ സ്നേഹം കൂടും. അതാണ് നമ്മുടെ വിത്തി തങ്ങൾ പറഞ്ഞത്, ഐദ് മദ്അഹു ഇന്നൽ ഖുലൂബ തുഹിബ്ബുഹു ബിഔസാഫിഹി തുജ്ലാ ഇദാ ഹിയ തസ്തഉ. ഐദ് മദ്അഹു, ഹബീബായ തങ്ങളെ പറ്റിയുള്ള മദ്ഹുകൾ ആവർത്തിച്ച് 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 പാടുക. ഹബീബായ തങ്ങളെ പറ്റിയുള്ള പാട്ടുകൾ ഇങ്ങനെ ആവർത്തിച്ച് പാടുക, അത് കേൾക്കുക. ഇന്നൽ ഖുലൂബ തുഹിബ്ബുഹു, ഹബീബായ തങ്ങളോടുള്ള സ്നേഹം കാരണം നമ്മുടെ ഹൃദയത്തിൽ തങ്ങളോട് സ്നേഹം വർദ്ധിക്കും. ഇന്നൽ ഖുലൂബ, ഇഷ്ടം ഹൃദയത്തിൽ, തുഹിബ്ബുഹു, ഹബീബായ തങ്ങളോടുള്ള സ്നേഹം അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതുമാത്രമല്ല, ഇന്നൽ ഖുലൂബ തുഹിബ്ബു ബിഔസാഫിഹി തുജ്ലാ ഇദാ ഹിയ തസ്തഉ, ആ തങ്ങളുടെ മദ്ഹുകൾ പാടൽ കാരണമായിട്ട് ഹൃദയത്തിലുണ്ടായ എല്ലാവിധ കറകളും ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഹബീബായ തങ്ങളുടെ പാട്ടുപാടൽ കൊണ്ട്, തങ്ങളെ പറ്റി കേൾക്കൽ കൊണ്ട്, തങ്ങളെ ആലോചിക്കൽ കൊണ്ട്, തങ്ങളെ സ്നേഹിക്കൽ കൊണ്ട് എല്ലാവിധ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു തആല പറയുകയാണ്, ഖുൽ ഇൻ തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹു നബിയെ തങ്ങൾ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം. നബി തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞതാണ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നബി തങ്ങളെ പിൻപറ്റണം. ഒരു മനുഷ്യനെ പിൻപറ്റുക എന്നതുണ്ടാവണമെങ്കിൽ, ഒരു മനുഷ്യനെ ആ മനുഷ്യൻ നടക്കുന്നത് പോലെ നടക്കണമെങ്കിൽ, ഇരിക്കുന്നത് പോലെ ഇരിക്കണമെങ്കിൽ, ആ മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതുപോലെ ചെയ്യാൻ ഒരു മനുഷ്യന് കഴിയണമെങ്കിൽ ആദ്യം ആ മനുഷ്യനോട് സ്നേഹം വേണം. ആദ്യം ആ മനുഷ്യനോട് സ്നേഹമുണ്ടെങ്കിലേ ആ ആളെ പിൻപറ്റാൻ കഴിയുള്ളൂ. പിൻപറ്റൽ പറഞ്ഞാൽ, നമ്മളിപ്പോ സിനിമാ നടന്മാരെ പലരും പിൻപറ്റുന്നുണ്ട്. ആ മുടി, സിനിമാ നടന്മാരെ മുടി വെക്കും, വളരെ മോശമായ രൂപമാണത്. അവരെ പിൻപറ്റിയാൽ എന്താണ്, എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് നമ്മൾ പോകും. നാം ആരെയാണോ സ്നേഹിച്ചത് അവരോട് കൂടെയാണ് നമ്മൾ ആഖിറത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞത്. നാം ആരെയാണോ സ്നേഹിക്കുന്നത്, ഒരെവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ ഉണ്ടാകും. ഹബീബായ തങ്ങളെ സ്നേഹിച്ചാൽ നബിത്തങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ ഉണ്ടാകും. അപ്പൊ നബിത്തങ്ങളെ സ്നേഹിച്ചാലേ നബിത്തങ്ങളെ പിൻപറ്റാൻ കഴിയുള്ളൂ. നിസ്കരിക്കാൻ തോന്നണമെങ്കിൽ നബിത്തങ്ങളോട് സ്നേഹം വേണം. നോമ്പ് നോൽക്കാൻ തോന്നണമെങ്കിൽ നബിത്തങ്ങളോട് സ്നേഹം വേണം. നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഹബീബായ തങ്ങളോട് സ്നേഹമുണ്ടെങ്കിലേ കഴിയുള്ളൂ. ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് നമ്മൾ സലാത്ത് ചെല്ലുന്നതിനേക്കാൾ വലിയ പവറുള്ളതാണ്. നമ്മളൊരു സദസ്സ് വെക്കുന്നു, ആ സദസ്സ് വെക്കാൻ കാരണം ഹബീബായ തങ്ങളാണ്. എന്നാൽ ആ സദസ്സ് നബി തങ്ങളോട് സലാത്ത് ചെല്ലുന്നതിനേക്കാൾ വലിയ മഹത്വമുള്ള സദസ്സാണ്. നബി തങ്ങളോട് അടുക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണ്.
ഹബീബായ തങ്ങളെ സ്നേഹിക്കാതെ എവിടെയും രക്ഷയില്ല. ഹബീബായ തങ്ങളെ മക്കളുടെ പരിപാടിയാണ്. ഹബീബായ തങ്ങളെ പരമ്പരയിൽപ്പെട്ട മുത്തുമുടി തങ്ങളുടെ പരിപാടിയിലാണ് നമ്മളുള്ളത്. അപ്പൊ ഹബീബായ തങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ഹബീബായ തങ്ങളുടെ ഓരോ മക്കളോട് നമുക്ക് സ്നേഹമുണ്ടാകും. അവർ ചെയ്യുന്നത് എന്താണോ എന്ന് നോക്കാതെ അത് എൻ്റെ ഹബീബിന്റെ മക്കളാണ് എന്ന് കണ്ട് അവരോട് വലിയ സ്നേഹമുണ്ടാകും. ഏത് ഉലമാക്കളാണെങ്കിലും വലിയ പണ്ഡിതന്മാരാണെങ്കിലും സയ്യിദന്മാരെക്കാൾ ഒരു പൊടി ഒരു തരി പോലും ഉയരുകയില്ല. അള്ളാഹുവിന്റെ അടുത്തിൽ ഏറ്റവും സ്ഥാനമുള്ളത് സയ്യിദന്മാർക്കാണ്. ഉലമാക്കൾ അവരുടെ കാലിന്റെ ചോട്ടിലാണ്. സയ്യിദ് ജിഫ്രി തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, ജിഫ്രി ഹൗസിലെ, കോഴിക്കോട് ജിഫ്രി ഹൗസിലെ സയ്യിദ് അലവിൽ മംഫറമി തങ്ങളുടെ അമ്മോശന്റെ ജ്യേഷ്ഠൻ ഹസൻ ജിഫ്രി തങ്ങളുടെ പേരമക്കൾപ്പെട്ട ജിഫ്രി തങ്ങൾ പറഞ്ഞു, ഞാൻ ചെറിയ കുട്ടിയായ സമയത്ത് കുളപ്പുറത്ത് വെച്ച് വലിയൊരു സമ്മേളനം നടന്നു. കുത്തുബി ഉസ്താദും വലിയ പണ്ഡിതന്മാരുമുള്ള വലിയൊരു സദസ്സ്. ആ ജനങ്ങൾ തടിച്ചു കൂടിയ സദസ്സാണ്. ആയിരക്കണക്കിന് ജനങ്ങളുള്ള വലിയ സദസ്സിൽ ഏറ്റവും വലിയ മഹാനായ സയ്യിദല്ല കുത്തുബി തങ്ങൾ, കുത്തുബി ഉസ്താദ് അവർ ആ സദസ്സിൽ പ്രസംഗിക്കുന്നു. ആ സമയത്ത് തങ്ങളിങ്ങനെ ചെറിയ കുട്ടിയായ 18 വയസ്സായ തങ്ങളിങ്ങനെ നടന്നു വരികയാണ്. ആ സമയത്ത് തങ്ങളും ആ സദസ്സ് മൊത്തം എണീറ്റ് നിൽക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, ഞാൻ ആകെ ചമ്മിപ്പോയി, ആകെ ചടച്ചു പോയി എനിക്ക്. കാരണം ഇത്രയും വലിയ ആളുകൾ ആ സദസ്സ് മൊത്തം ഈ ചെറിയ എന്നെ കണ്ടിട്ട് ഒന്നായിട്ട് എണീറ്റിരുന്നപ്പോൾ ഞാൻ ആകെ വഷളായി. അത് ഇൽമുള്ള പണ്ഡിതന്മാർക്ക് തങ്ങന്മാരെ കണ്ടാൽ അവിടെ ഇരിക്കാൻ കഴിയൂല. തങ്ങന്മാരെ കണ്ടാൽ മനസ്സിൽ ബേജാറാണ്. കാരണം ഇവരാണ് നമ്മൾ രക്ഷപ്പെടുത്താനുള്ളത്. ആഖിറത്തിൽ രക്ഷപ്പെടുത്താൻ അല്ലാഹു തആല നമുക്ക് നിയോഗിച്ച വലിയൊരു സമുദായമാണ് ഹബീബായ തങ്ങളുടെ മക്കൾ. നമുക്ക് ഈ ദീന് ഇവിടെ ഉണ്ട് എന്ന് അറിയിച്ചു കൊടുക്കാൻ ഈ ഹബീബായ തങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നബി തങ്ങൾ ജീവിച്ച് വഫാത്തായി പോയതാണ് എന്ന് അറിയിക്കാൻ അല്ലാഹു തആല നമുക്ക് തെളിവായി തന്നതാണ് തങ്ങളുടെ മക്കളെ. അതുകൊണ്ട് തങ്ങളെ മക്കളെ നമ്മൾ വലിയ ബഹുമാനം കൊടുക്കണം, അവരെ സ്നേഹിക്കണം, അവരിൽ നിന്നും ബർക്കത്തുകൾ ശേഖരിക്കണം, അവരുടെ സ്നേഹം നമ്മൾ പിൻപറ്റണം. തങ്ങന്മാരുടെ സ്നേഹം മാത്രമാണ് നമ്മുടെ വിജയം. ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്താണ്? എൻ്റെ മക്കളെയും എൻ്റെ ഖുർആന് സുന്നത്ത് എൻ്റെ മക്കളെയും ഞാൻ ഇവിടെ അവശേഷിപ്പിച്ചിട്ടാണ് പോകുന്നത്. മക്കൾ എന്താണ്? സഫീനത്താണ്, രക്ഷപ്പെടാനുള്ള കപ്പലാണ് നബി തങ്ങളുടെ മക്കള്. നബി തങ്ങളെ മക്കളെ നമ്മൾ കൈപിടിച്ചോ, അവർക്ക് വേണ്ടി എന്തെല്ലാം നമ്മൾ ചെയ്തോ, അതൊക്കെ ആഖിറത്തിൽ കാണുന്നതാണ്. ആഖിറത്തിലല്ല, ദുനിയാവിൽ തന്നെ അല്ലാഹു തആല തരുന്നതാണ്. നബി തങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയും ഔദാര്യം ആവശ്യമില്ല. ഹബീബായ തങ്ങൾക്ക് ഒരു മനുഷ്യന്റെ ഔദാര്യവും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ മക്കൾ ആരൊക്കെ പരിഗണിച്ചോ, അവർക്ക് എന്തെല്ലാം ചെയ്തോ അതിന് പ്രതിഫലം ഹബീബായ തങ്ങൾ ദുനിയാവിൽ നിന്ന് തന്നെ തരും. ദുനിയാവിൽ നിന്ന് തന്നെ തരും. തങ്ങന്മാർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നിങ്ങൾ അത് സ്വതക്കയായി കൊടുക്കാൻ പാടില്ല. തങ്ങന്മാർക്ക് എന്ത് കൊടുക്കുമ്പോഴും അത് ഹദിയയായി കൊടുക്കണം. രാജാക്കന്മാർക്ക് കൊടുക്കുന്ന സാധനമാണ് ഹദിയ. രാജാക്കന്മാരെ കണ്ടാൽ നമ്മൾ അവർക്ക് ഒരു സാധനത്തിന്റെയും ആവശ്യമില്ല. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സാധനങ്ങളുമുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളവരാണ് രാജാക്കന്മാര്. അവർക്ക് നമ്മുടെ ഒരു സാധനത്തിന്റെ ആവശ്യവുമില്ല. അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് അത് സ്വീകരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്ന്, ഞാൻ കൊണ്ടുപോകുന്ന സാധനം ഇതൊന്ന് പരിഗണിച്ചാൽ മതി എന്നാണ് ആര് കരുതൽ? ആ കൊണ്ടുപോകുന്ന ആൾ കരുതൽ. അങ്ങനെ എന്നോട് ചെറിയൊരു സ്നേഹമുണ്ടാകും. ആ സ്നേഹം കാരണം എനിക്ക് വലിയ അവിടെ ആ സ്ഥാനത്തിൽ നിന്നും വലിയ ധർമ്മം ഇങ്ങോട്ട് ലഭിക്കും എന്ന് കരുതിയാണ് നമ്മളെ കൈകളിലുള്ള നമ്മൾ ഏറ്റവും വലിയ സ്നേഹത്തോടു കൂടെ കാണുന്ന, നമ്മൾ ഏറ്റവും വലിയ വിലമതിക്കുന്ന സാധനം അത് രാജാക്കന്മാർക്ക് വെച്ചു കൊടുക്കുന്നത് അവരിൽ നിന്നും ഇതിനേക്കാൾ വലിയത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്.
ഹബീബായ തങ്ങളെ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും തങ്ങൾ അത് കാണുന്നതാണ്, തങ്ങൾ അതിന് പ്രതിഫലം തരുന്നതാണ്. ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും തരും. അപ്പൊ തങ്ങന്മാരെ നിങ്ങൾ നിസ്സാരമാക്കി കാണരുത്. തങ്ങന്മാരെ അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ ഔദാര്യമാണ്. അള്ളാഹു താല നമുക്ക് തന്ന ഏറ്റവും വലിയ മുതലുകളാണ് സയ്യിദന്മാര്. ആ സയ്യിദന്മാരെ നമ്മൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം. കൊടുക്കുന്നത് നിങ്ങൾ സദഖയായിട്ടോ നിങ്ങൾ നക്കാപിച്ചതായിട്ട് കൊടുക്കരുത്. കൊടുക്കുന്നത് ഹദിയയായിട്ട് മാത്രമേ സയ്യിദന്മാർക്ക് കൊടുക്കാവൂ. എന്നും എല്ലാത്തിന്റെയും അധികാരികൾ, ലോകത്തിന്റെ അധികാരി ആരാണ്? ഹബീബായ തങ്ങളാണ്. ഹബീബായ തങ്ങൾ മാത്രമാണ് എല്ലാം അള്ളാഹു മുത്തുനബിക്കാണ് കൊടുത്തത്. എല്ലാം മുത്തുനബിക്കാണ് കൊടുത്തത്. അള്ളാഹു എന്തുണ്ടോ അത് കൊടുത്തത് മുത്തുനബിക്കാണ്. ആ മുത്തുനബിയാണ് കൊടുക്കുന്ന ആള്. ആർക്ക് എന്ത് കൊടുക്കുന്നുണ്ടോ ആ നബി തങ്ങളുടെ കയ്യിലൂടെ അല്ലാതെ ഒന്നും ഈ ദുനിയാവിൽ ആർക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കൂല. ഭരണമാണെങ്കിലും എന്ത് ഒരാൾ മുതലാളിയായിട്ടുണ്ടെങ്കിലും അത് മുസ്ലിം ആവണമെന്നില്ല. ഏത് മതക്കാരനാണെങ്കിലും അത് ഹബീബായ തങ്ങളിലൂടെയാണ് എത്തുന്നത്. ഹബീബായ തങ്ങളിലൂടെ കിട്ടിയ സാധനത്തിന് തങ്ങളോട് നന്ദി ചെയ്യൽ നമുക്ക് കടമയാണ്. തങ്ങളോടുള്ള ഏറ്റവും വലിയ നന്ദിയാണ് തങ്ങന്മാരെ ബഹുമാനിക്കല്, നബി തങ്ങളെ മക്കളെ ബഹുമാനിക്കല്, നബി തങ്ങളെ മക്കളെ സ്നേഹിക്കല്, നബി തങ്ങളെ മക്കൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കല്, അവരെ പരിഹസിക്കാതെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവിധ അംഗീകാരങ്ങളും ചെയ്തു കൊടുക്കൽ നമുക്ക് ഏറ്റവും നിർബന്ധമായ കാര്യമാണ്. അത് മാത്രം മതി ഒരു മുഅ്മിനായ മനുഷ്യന് രക്ഷപ്പെടാൻ. ഒരു മുഅ്മിനായ മനുഷ്യന് രക്ഷപ്പെടാൻ ഹബീബായ തങ്ങളെ ബഹുമാനിച്ചാൽ മാത്രം മതി. തങ്ങളെ മക്കളെ ബഹുമാനിക്കണം എങ്കിൽ തങ്ങളോട് സ്നേഹം വേണം. തങ്ങളോട് സ്നേഹമുള്ള ഒരാൾക്ക് തങ്ങളെ മക്കളെ പരിഗണിക്കാതിരിക്കാൻ കഴിയൂല. തങ്ങന്മാരെ സനത് നോക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് സനത് നോക്കണേ? ഓരോരുത്തർ സനത് നോക്കി ഇത് തങ്ങളല്ല, ഇത് തങ്ങളാണ്, മറ്റു തങ്ങളാണ്. അതിനൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ തങ്ങന്മാരാണ് എന്ന് നമ്മൾ അറിവിൽ വന്നിട്ടുണ്ടോ അത് തങ്ങന്മാരാണ്. നമുക്ക് എന്തിനായി സംശയിക്കേണ്ട ആവശ്യം? ആ സനതൊന്ന് കാണിച്ചുണ്ടാ നോക്കട്ടെ തങ്ങളാണ്. എന്ത് നോക്കാനാ അറിയാ? എന്ത് നോക്കാനാണ് അറിയാ? തങ്ങന്മാരെ സനതൊന്നും നോക്കാൻ ആർക്കും അറിയില്ല. അഹമ്മദ് ഖായ ശാലിയാത്തി തങ്ങള് ബുഖാരി സാദാത്തിനെ പറ്റി ഒരു വലിയൊരു പണ്ഡിതൻ അത് സാദാത്തല്ല സയ്യിദന്മാരല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ പ്രശ്നമായി. ആ ഉസ്താദിനെ അടിവരെ കിട്ടി, ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് തങ്ങളെ ശാലിയാത്തി ആ ഉസ്താദിനെ കണ്ട് അവരോട് ചോദിച്ചു, എന്താ നിങ്ങളെ ബുഖാരി സാദാത്ത് സയ്യിദല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് തെളിവാണെന്ന് ചോദിച്ചു. എനിക്ക് സനത് കിട്ടിയിട്ടില്ല എന്ന്. നിങ്ങൾക്ക് സനത് കിട്ടിയിട്ടില്ല എങ്കിൽ അത് സാദാത്തല്ലേ? നിങ്ങൾക്ക് സനത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാന്നല്ലാതെ സാദാത്തല്ല എന്ന് എങ്ങനെ പറയും എന്ന് ചോദിച്ചു. അങ്ങനെ അഹമ്മദ് ഖായ ശാലിയാത്തി തങ്ങൾ നിന്ന നിപ്പിൽ ആ സയ്യിദന്മാരുടെ നബി തങ്ങൾ വരെയുള്ള ഉപ്പാപ്പമാരെ പേരങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ ഒരാണ്ട് കരഞ്ഞു. നിങ്ങൾക്ക് അറിയാതെ പറ്റിയതാണ്, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഒരു കരഞ്ഞു. നമുക്കറിയില്ല. തങ്ങന്മാരെ ആ സനത് എവിടുന്ന് എങ്ങനെങ്കിലും അത് ഒപ്പിക്കണം, ചോദിച്ചാൽ കാണിച്ചു കൊടുക്കണം. ഏതെങ്കിലും ആൾക്കാർ കേട്ടിട്ടുണ്ട, നമ്മളെ കൊണ്ട് ഒരാള് കേട്ടിരാതിരിക്കണമെങ്കിൽ ആ സനത് അവര് കൈപ്പറ്റി അത് അവനാന്റെ കയ്യിൽ ഉണ്ടാക്കി വെക്കണം. ആ ചോദിച്ചതിന്റെ കാരണമായിട്ട് തങ്ങന്മാരല്ല എന്ന് പറഞ്ഞ കാരണമായിട്ട് ആ ഉസ്താദിന്റെ മക്കൾ, ആ സന്താന പരമ്പര സുന്നത്ത് ജമാഅത്തിൽ നിന്നും പുറത്തായി. അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിൽ നിന്നും ആ സന്താന പരമ്പരയെ പുറത്താക്കി. ശിഷ്യ പരമ്പര അല്ലാഹു തആല വലിയ വലിയ ഉസ്താദുമാരാണ്, അവർ രക്ഷപ്പെടാൻ അവർക്ക് വലിയ ശിഷ്യ പരമ്പര ഉണ്ട്. പക്ഷേ മക്കൾ വൈപിച്ചു പോയി. തങ്ങന്മാരെ തൊട്ട് കളിക്കാൻ പറ്റൂല. ആരെങ്കിലും തങ്ങന്മാരെ കുറ്റം പറഞ്ഞാൽ പണി പാളുന്ന കേസാണ് മക്കളെ. പണി പാളുന്ന ഉറപ്പാണ് തങ്ങന്മാരെ കുറ്റം പറഞ്ഞാല്. തങ്ങന്മാരെ മോശാക്കിയാൽ അതിനൊക്കെ വലിയ ശിക്ഷ ദുനിയാവിൽ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. അതിനൊന്നും ആരും
തുനിയരുത്. ഞാനത് ഈ സംസാരത്തിലേക്ക് എൻ്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല, ഈ നിന്ന സമയത്ത് വന്നത് ആണ്ട് പറഞ്ഞതാണ്. ഹബീബായ തങ്ങൾ പറയുകയാണ്, സയ്യത്തി സമാൻ അലാ ഉമ്മത്തി യുഹിബ്ബൂന ഖംസം വയൻസൗന ഖംസ യുഹിബ്ബൂനൽ ഹയാത വയൻസൗനൽ മമാത യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ യുഹിബ്ബൂനദ് ദുനിയാ യുഹിബ്ബൂനദ് ദുനിയാ വയൻസൗനൽ ആഖിറ യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. ഹബീബായ തങ്ങൾ പറയാണ്, സയ്യത്തി സമാനൻ, ഒരു കാലം വരാനുണ്ട് മക്കളെ, ഒരു കാലം വരാനുണ്ട് സഹാബ. ഏതാണ് ആ കാലം? യുഹിബ്ബൂന ഖംസ, അവർ 5 കാര്യങ്ങൾ അവർക്ക് വലിയ ഇഷ്ടമാണ്. ഏതാണ് 5 കാര്യം? അതുപോലെ 5 കാര്യങ്ങൾ അവർക്ക് എന്താണ്? അവര് മറന്നു പോകും. വയൻസൗന ഖംസ, 5 കാര്യങ്ങൾ അവർ മറന്നു പോകുന്നതാണ്. 5 കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടും, 5 കാര്യങ്ങൾ അവർ മറന്നു പോകും. ഏതാണ് 5 കാര്യങ്ങൾ? യുഹിബ്ബൂനൽ ഹയാത, അവർക്ക് ജീവിതം വളരെ ഇഷ്ടമായിരിക്കും. ജീവിക്കണം ജീവിക്കണം ജീവിക്കണം. എത്ര വയസ്സായാലും 90 വയസ്സായാലും മരിക്കുക എന്നുള്ളൊരു ഓർമ്മയെ ഇല്ല. ഓൽക്ക് ജീവിക്കണം ജീവിക്കണം, സമ്പത്ത് ഉണ്ടാക്കണം, പേരമക്കളെ മക്കളെ മക്കളെ അങ്ങനെ പോയി എത്ര കാലമുണ്ടോ ഈ ദുന്യാവിൽ ഈ ദുന്യാവ് നശിക്കുന്നത് വരെയുള്ള എൻ്റെ മക്കൾക്കൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ദുന്യാവ് അങ്ങ് ഉണ്ടാക്കി നടക്കുന്ന, ദുന്യാവിന് വേണ്ടി നടക്കുന്ന ഒരു കൂട്ടര് വരും കാലങ്ങൾ വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു. അതുപോലെ യൻസൗനൽ മമാത, അവർക്ക് മരണം എന്നത് ഓർമ്മ തന്നെ ഇല്ല, അവർ മറന്നുപോയി. മരണം എന്ന സംഗതി അത് എനിക്ക് വരൂല എന്നാണ് ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. അവിടെ മരിച്ചത് അത് ഞാനല്ലല്ലോ, അത് അപ്പുറത്തുള്ള ആളാണ്. എനിക്ക് ഇനി ഒരു 150 വയസ്സെങ്കിലും ഞാൻ ജീവിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മരിക്കുമ്പോ അപ്പോഴാണ് മരിച്ചെന്നറിയാം. അതുവരെ മരണത്തെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല. യുഹിബ്ബൂനൽ മാല, മുതലിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ടാക്കന്നെ. വയൻസൗനൽ ഹിസാബ്, എവിടുന്ന് ഉണ്ടാക്കിയൊന്നുമില്ല, പൈസ ആയാൽ മതി, സമ്പത്തായാൽ മതി, എവിടുന്ന് അതിന്റെ വഴികളൊന്നുമില്ല. ഹിസാബ് പേടിയില്ല. ഈ പൈസ കൊണ്ട് അല്ലാഹു തആല എവിടുന്നാണ് നീ സമ്പാദിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയണം എന്നൊരു ചിന്തയേ ഇല്ല. അവനാന്റെ മക്കളെ വയറ്റിക്ക് പോകുന്നത് ഹറാമായ ഫുഡാണ്, ഹറാമായ ഭക്ഷണമാണ് എന്നൊരു ചിന്തയും ഇല്ലാതെ എല്ലാവിധ ഹറാമായ ബിസിനസ്സിലും പങ്കാളികളായി സമ്പത്തുണ്ടാക്കുന്നു. സമ്പത്തുണ്ടായാൽ മതി, ജനങ്ങളിൽ പേരും പെരുമയും കിട്ടും. അതുകൊണ്ട് പൈസ ഉണ്ടാക്കന്നെ. ഏത് വഴി? ഹറാമായ വഴികളിലൂടെയും. ചോദ്യം പേടിയില്ല, അല്ലാഹു തആലാന്റെ ഹിസാബിനെ പേടിയില്ലാതെ സമ്പത്തുണ്ടാക്കുക. വഹിബ്ബൂനൽ ഖുസൂറ, കൊട്ടാരങ്ങൾ ഇങ്ങനെ നിർമ്മിക്കുക, ഉണ്ടാക്കിയതൊരു ഭാഗം പൊളിക്കുക, പിന്നെ നേരാക്കുക, പിന്നെ നക്കുക, അങ്ങനെ മോഡൽ മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി ഉള്ള പൈസ ഫുൾ കൊട്ടാരം ഉണ്ടാക്കാൻ ചെലവാക്കുക. ഓനക്ക് എന്തില്ല? യൻസൗനൽ ഖുബൂറ, ഖബറിന് സാധനം തന്നെ ഓർമ്മയില്ല. ഇതിക്കൊന്നും ഞാൻ പോകുന്നത് തോന്നില്ല. ഖബർസ്ഥാൻ നമുക്കുള്ളതല്ല, അത് വേറെ ആർക്കും ഉള്ളതാണ്, നമുക്കുള്ളതല്ല. അങ്ങനെ കൊട്ടാരം ഉണ്ടാക്കുക, അതെന്റെ പരിപാടി. വഹിബ്ബൂന ദുനിയ, ദുന്യാവിനോട് ഭയങ്കര അൽച്ചാണ്. ദുന്യാവാണ് അവന്റെ ഏറ്റവും താല്പര്യം. വയൻസൗനൽ ആഖിറ, ആഖിറം എന്ന സംഗതി ഉണ്ടോ എന്ന് തന്നെ അറിയില്ല, അതുപോലെയാണ്, മറന്നുപോയി. ഇങ്ങനെ സംഗതി, ആഖിറം എന്ന സംഗതി ഉണ്ടോ ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിൽ മറന്നുപോയിട്ടുണ്ട്. വഹിബ്ബൂനൽ ഖൽഖ, സൃഷ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാഹ് ഉണ്ടാക്കിയ സൃഷ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. ഓലടയിൽ ഇങ്ങനെ പവറാകണം, ഓലടയിൽ ആളായിട്ട് നടക്കണം. ആരാവശ്യമില്ല. വയൻസൗനൽ ഖാലിഖ, ഈ സൃഷ്ടിച്ച സൃഷ്ടാവിന് ഒരു ഓർമ്മയില്ല. സൃഷ്ടാവിന്റെ മുമ്പില് ഞാനൊരു ആളായി കിട്ടിയാൽ മതി എന്ന് ചിന്തല്ല. ഒരു ചെറിയൊരു ഉറുമ്പിനേക്കാൾ ചെറിയൊരു ആളായി കിട്ടിയിരുന്നെങ്കിൽ, എങ്ങനെയെങ്കിലും അള്ളാഹുവിന്റെ അടുത്ത് കഴിച്ചിലായിരുന്നെങ്കിൽ, അള്ളാഹുവിനോട് കൽബിൽ ചെറിയൊരു സ്നേഹം കൽബിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത തന്നെ ഇല്ല. ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ആളാവണം. അത് അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ഇടയിൽ ഇങ്ങനെ മെയിനായി നടക്കൽ മാത്രം ചിന്ത, അള്ളാഹുവിന് ഓർമ്മയില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, ഒരു കാലം വരാനുണ്ട് ഇങ്ങനത്തെ കുറെ ടീമുകൾ വരും. 5 ടീം, 5 ഓല് മറക്കും, 5 ഓൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ 5 ഈ പറഞ്ഞത്. അതുപോലെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഊസികും യാ ഉമ്മത്തി
بخمسة أشياء أولها أكثروا ذكر الله من ذكر الناس وثانيها أكثروا ذكر الآخرة من ذكر الدنيا وثالثها أكثروا ذكر السيئات من ذكر الحسنات ورابعها أكثروا ذكر الموت من ذكر الحياة. നബിത്തങ്ങളെ ഉമ്മത്തിനോട് വസിയ്യത്ത് ചെയ്യാണ്, എൻ്റെ ഉമ്മത്തെ നിങ്ങൾ അഞ്ച് കാര്യങ്ങളെ കൊണ്ട് ഞാൻ നിങ്ങളോട് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. ഒന്നാമത്തത് എന്താണ്? നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണേ, അല്ലാഹുവിനെ ഓർക്കണേ, അല്ലാഹുവിനെ ചിന്തിക്കണേ, അല്ലാഹുവിന്റെ പേരിൽ ദിക്റുകൾ ചെല്ലണേ. അല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ചൊല്ലി അല്ലാഹുവിനെ ഓർക്കണേ. മിൻ ദിക്രിന്നാസി, ജനങ്ങളെ ഓർക്കുന്നതിനേക്കാൾ നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യം നോക്കുന്നതിന് പകരം അല്ലാഹുവിനെ ഓർക്കണേ. അക്സിറൂ ദിക്റൽ ഹയാത്തി മിൻ ദിക്രി ദുനിയാ ആഖിറതി അക്സിറൂ മിൻ ദിക്രിൽ ആഖിറതി മിൻ ദിക്രി ദുനിയാ, ദുനിയാവിനെ ഓർക്കുന്നതിനേക്കാൾ നിങ്ങൾ ആഖിറത്തെ ഓർക്കണം. ദുനിയാവെന്താ? നശ്വരമായ ലോകമാണ്, നശ്വരമായ ലോകമാണ്. ഒരു മനുഷ്യൻ യാത്ര പോകുമ്പോൾ ഒരു മരം കണ്ടു. ആ മരത്തിൽ വെയിലുള്ള സ്ഥലത്തിലൂടെയാണ് ആൾ വരുന്നത്. ഒരു മരത്തിന്റെ തണൽ കണ്ടപ്പോൾ ആ തണലിൽ ഇരിക്കുന്ന ഒരു ടൈം മാത്രമേ മനുഷ്യന് ദുന്യാവിലുള്ളൂ. ആഖിറവും ദുന്യാവും നോക്കുമ്പോൾ ആ വിശ്രമിക്കുന്ന സമയം എത്രയാണോ അത്ര സമയം പോലും നമ്മൾ ദുന്യാവിൽ ജീവിക്കുന്നില്ല. ആഖിറത്തിൽ അറ്റമില്ലാത്ത ലോകമാണ്, അറ്റമില്ലാത്ത ലോകമാണ്. അത് അസ്തമിക്കൂല, അത് അബദൻ നിത്യമായി ഉണ്ടാകുന്ന ലോകമാണ് ആഖിറം. അതിലേക്ക് നോക്കുമ്പോൾ ദുന്യാവ് ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു നിൽക്കുന്ന, യാത്ര പോകുന്ന ഇടയിൽ ആ വെയിലിൽ നിന്നും രക്ഷപ്പെടാൻ കുറഞ്ഞ സമയം അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ദുന്യാവ്. അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തെ ഓർക്കണം, ആഖിറത്തെ ഓർക്കണം ദുന്യാവിനെ ഓർക്കുന്നതിനേക്കാൾ. പിന്നെ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ ഓർക്കുക. എത്ര തെറ്റ് ചെയ്തു? അക്സിറൂ ദിക്റ സയ്യിആത്ത്, നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ ഓർക്കുക. എത്ര തെറ്റുകളാണ് അല്ലാ ഞാൻ ചെയ്തത്, അത് ഓർക്കുക. നിങ്ങൾ ചെയ്ത നന്മകളെക്കാൾ നന്മ സ്വീകരിച്ചണോ എന്നൊന്നും പറയാൻ പറ്റൂല. ഓരോ നന്മ എടുത്തു നോക്കിയാലും അതിൽ മുഴുവനും ഓരോ കുത്തുകളും തെറ്റുകളും അതിലുള്ള കുറവുകൾ മാത്രമേ നമ്മുടെ നന്മകളിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളെ ഓർത്ത് കരയുക, നിങ്ങൾ തെറ്റുകളെ ഓർത്ത് കരയുക. ഹബീബായ തങ്ങൾ പറയുന്നത്, കുറെ അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന, ചെയ്ത തെറ്റുകൾ ഓർത്ത് കരയുന്നവ ആ കണ്ണുനീര് ആഖിറത്തിൽ നമ്മളെ മീസാനിൽ തൂങ്ങാനുള്ളതാണ്. രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണത്. രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? നല്ലോണം കരയണം. നമ്മളോട് അല്ലാഹു തആലയെ ഓർത്ത് കുറെ കരയണം. നമ്മൾ കരഞ്ഞ് നമ്മളെ കറകൾ മുഴുവൻ നമ്മൾ നീക്കിക്കളയണം. നിങ്ങൾ ദുന്യാവിനെ, ജീവിതത്തെ ഓർക്കുന്നതിനേക്കാൾ നിങ്ങൾ മരണത്തെ ഓർക്കണം. ജീവിക്കണം എന്ന ജീവിതത്തിന്റെ വിഷയങ്ങൾ ഓർക്കുന്നതിനേക്കാൾ ഞാൻ മരിക്കാൻ പോകുമല്ലോ, ഇന്ന് മരിക്കും, നാളെ മരിക്കും, ഇപ്പോൾ മരിക്കും എന്ന് ചിന്തിച്ച് നമ്മൾ മരണത്തെ ഓർത്തുകൊണ്ടേയിരിക്കണം. ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, അല്ലാഹു തആല ഈ സദസ്സ് വലിയ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സായി അല്ലാഹു തആല നമ്മളിൽ നിന്ന് മാറ്റുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന തിരുവാക്യത്തിൽ ഈ മഹത്തായ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.